ഹായ് നമസ്കാരം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ഈ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷനാണ്. അപ്പം ഗ്രാഫിക്സിനകത്ത് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു സംഗതിയാണ് പോയിൻറ്റ്സ്. അപ്പം നമുക്ക് പോയിൻറ്റ്സ് പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ ലൈൻസിലോട്ടും പിന്നീട് സോളിഡ്സിലോട്ടും പോകാനായിട്ട് പറ്റുള്ളൂ. പോയിൻറ്റ്സ് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ മാത്സിനകത്തൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ സ്പേസിനെ നമ്മൾ 4ആയിട്ട് ഇതിനകത്ത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ 4 ഭാഗങ്ങളിലെ ഓരോ ഭാഗത്തിനെ നമ്മളൊരു ക്വാഡ്രൻ്റ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ സ്പേസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ 2 പ്ലെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആ പ്ലെയിൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് പോലെ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന ഈ പ്ലെയിനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ വെർട്ടിക്കലായിട്ടിരിക്കുന്ന ഈ പ്ലെയിനിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും പറയും. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനൂടെ മീറ്റ് ചെയ്യുന്ന ആ ഭാഗം, അപ്പോൾ അത് നമ്മൾ ഒരു ലൈനായിട്ടായിരിക്കും 2 പ്ലെയിൻസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അല്ല ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ലൈനായിരിക്കും കിട്ടുന്നത്. ആ ലൈനിനെ നമ്മൾ XY ലൈൻ എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ ഈ 2 പ്ലെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പേസിനെ 4ആയിട്ട് തിരിക്കാമെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പേസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലും വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ മുന്നിലുമായിരിക്കും. നമ്മളങ്ങനെ പറയാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിനകത്ത് നമ്മൾ 3 വ്യൂ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഒബ്ജക്റ്റിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതിലൊന്ന് ഫ്രണ്ട് വ്യൂ, രണ്ടാമത്തത് ടോപ്പ് വ്യൂ ആൻഡ് മൂന്നാമത്തത് പ്രൊഫൈൽ വ്യൂ എന്ന് പറയും. അതിനെ സൈഡ് വ്യൂ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുന്നത് ഈ വശത്തു നിന്നാണ്. അതായത് ഒരു ഒബ്സർവർ ഞാനിപ്പോൾ ഈ പിടിച്ചേക്കുന്നത് പോലെ ഈ പെൻസിൽ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ഈ വശത്തോട്ടാണ് നോക്കുന്നത്. ഈ വശത്തേക്കാണ് ഒബ്സർവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് XY ലൈനായിട്ട് നിങ്ങൾ കാണുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ആയിരിക്കും. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ ഈ വലതുവശത്തു നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ലൈനായിട്ടായിരിക്കും കാണുന്നത്. ആ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് XY ലൈൻ. സിമിലർലി ഇതിൻ്റെ രണ്ടാമത്തെ വ്യൂ ആയിട്ടുള്ള ടോപ്പ് വ്യൂ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും നോക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു ലൈൻ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ലൈനായിട്ട് കാണുന്ന ആ XY ലൈനായിട്ട് കാണുന്നത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനെ ആയിരിക്കും. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ XY ലൈനായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനെയും ടോപ്പ് വ്യൂവിൽ XY ലൈനായിട്ട് വെർട്ടിക്കൽ പ്ലെയിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ശരി, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ക്വാഡ്രൻറ്റിനെയും ഈ പ്ലെയിൻസിൻ്റെ പൊസിഷൻ ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലും വെർട്ടിക്കൽ പ്ലെയിൻ്റെ മുന്നിലുമായിട്ട് വരുന്ന സ്പേസാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, സോ അബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. സിമിലർലി ഈ ഒരു ഭാഗം സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വെർട്ടിക്കൽ പ്ലെയിൻ്റെ പുറകുവശത്തും അവിടെയും ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലുമായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മുകളിലായിട്ടുള്ള ഈ സ്പേസ് അത് വെർട്ടിക്കൽ പ്ലെയിൻ്റെ പുറകിലാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ആദ്യം വെർട്ടിക്കൽ പ്ലെയിനും അതിന് പുറകിലാണ് ഈ സ്പേസ് ഉള്ളത്. സോ ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് അബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ അതാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം. ഓക്കെ, സിമിലർലി മൂന്നാമത്തെ ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ, അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം വെർട്ടിക്കൽ പ്ലെയിൻ്റെ പുറകുവശത്താണ് ആ സ്പേസ്. സിമിലർലി മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ടോപ്പിൽ നിന്ന് നോക്കുമ്പം ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയാണ്, മുകളിൽ നിന്ന് നോക്കുമ്പം വെർട്ടിക്കൽ പ്ലെയിൻ്റെ പുറകുവശത്തുമാണ് ഈ ഒരു സ്പേസ്. സിമിലർലി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, മുന്നിൽ നിന്ന് നോക്കുമ്പം ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയുമാണ് ആ സ്പേസ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെ പുറകിലുമുള്ള ആ സ്പേസിനെയാണ് നമ്മൾ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ആ സ്പേസ് ആയിരിക്കും തേർഡ് ക്വാഡ്രൻ്റ് വരുന്നത്. ഇനി നാലാമത്തെ ക്വാഡ്രൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെ മുന്നിലുമായിരിക്കും. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ്റെ മുന്നിലാണ് ആ ഒരു സ്പേസ് വരുന്നത്. സിമിലർലി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയാണ് നമ്മൾ ആ ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെ മുന്നിലുമായിട്ടാണ് ഒരു പോയിൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് പറയും.
സോ ഇതാണ് 4 ക്വാഡ്രൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് എബവ് ഹൊറിസോണ്ടൽ പ്ലെയിനും ആയിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് എബവ് ഹൊറിസോണ്ടൽ പ്ലെയിനും ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റ് ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിനും ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റ് ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തൊരു പോയിന്റിനെ എങ്ങനെ മാർക്ക് ചെയ്യും എന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എ എന്നൊരു പോയിൻ്റ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുക. സോ ഇതാണ് പോയിൻ്റ് എ. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു പോയിൻ്റാണ്. ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 40 മില്ലിമീറ്റർ 40 മില്ലിമീറ്റേഴ്സ് മുകളിലും സിമിലർലി വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 60 മില്ലിമീറ്റേഴ്സ് മുന്നിലുമാണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മില്ലിമീറ്റേഴ്സും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മില്ലിമീറ്റേഴ്സുമാണ്. സോ ഇത്തരത്തിലുള്ള ഒരു പോയിൻറ്റിനെ നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് വരയ്ക്കാനായിട്ട് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അത് ലൈൻസിൻ്റെ ആയാലും പോയിൻറ്റ്സിൻ്റെ ആയാലും സോളിഡ്സിൻ്റെ ആയാലും ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുക അതിനെ ഒരു XY ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത വശത്തായിട്ട് അത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ XY ലൈൻ നോട്ട് ചെയ്യും. ഓക്കെ, സോ ഈ XY ലൈനിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വെർട്ടിക്കൽ പ്ലെയിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ തന്നെയാണ് ഈ XY ലൈനായിട്ട് നമ്മൾ കാണുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പം ഈ വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ XY ലൈനായിട്ട് കാണുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം അബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നുള്ള ഭാഗം ഈ XY ലൈൻ്റെ മുകൾ വശത്തായിട്ട് വരും. സിമിലർലി ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നുള്ള ഭാഗം ഈ XY ലൈൻ്റെ താഴെ വശത്തായിട്ടും വരും. ഇനി നിങ്ങൾ ടോപ്പ് വ്യൂ ആണ് ഇതേ സമയത്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതുപോലെ വെർട്ടിക്കൽ പ്ലെയിനെയാണ് നിങ്ങൾ XY ലൈനായിട്ട് കാണുന്നത്. അപ്പം ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ XY ലൈൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് XY ലൈൻ്റെ താഴത്തെ ഭാഗവും ഇത് XY ലൈൻ്റെ മുകളിലത്തെ ഭാഗവുമായിരിക്കും. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് XY ലൈൻ്റെ മുകളിലത്തെ ഭാഗം ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ള ഭാഗമാണ്. ഓക്കെ, സിമിലർലി വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഇൻ ഫ്രണ്ട് എന്നുള്ള ഭാഗം അത് XY ലൈൻ്റെ താഴെയായിട്ടും വരും. സോ നമ്മളിത് ഈ XY ലൈൻ രണ്ട് വ്യൂവിന് വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും നോക്കുമ്പോൾ രണ്ട് മീനിങ് ആണ് ഉണ്ടാവുക. ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനെയാണ് XY ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അബവ് HP എന്നാണ് ഒരു ഭാഗം വരുന്നതെന്നുണ്ടെങ്കിൽ അത് XY ലൈനിൻ്റെ മുകളിലായിരിക്കും. ബിലോ HP എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് XY ലൈനിൻ്റെ താഴെയായിരിക്കും. ടോപ്പ് വ്യൂവിലേക്ക് പോകുമ്പം ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നുള്ള ഭാഗം XY ലൈനിൻ്റെ താഴെയായിരിക്കും. ബിഹൈൻഡ് VP എന്നുള്ള ഭാഗം XY ലൈനിൻ്റെ മുകളിലും ആയിരിക്കും. ഇനി നമ്മൾ വീണ്ടും A എന്നുള്ള പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നിങ്ങൾ ഈ പടത്തിൽ കാണുമ്പോൾ ഇതിൻ്റെ വലതുവശത്ത് നിന്നാണ് ഒബ്സർവർ നോക്കുന്നത് ഫ്രണ്ട് വ്യൂവിനായിട്ട്. അപ്പം വലതുവശത്ത് നിൽക്കുന്ന ഒരു ഒബ്സർവർ ഈ A എന്നുള്ള പോയിൻ്റ് ഒരു പ്ലെയിനിൽ മാത്രമേ അയാൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് റേസ് വലതുവശത്തുനിന്ന് വന്ന് എയിൽ കൂടി ഈ പ്ലെയിനിൽ വന്ന് ഈ ഭാഗത്തായിട്ടായിരിക്കും വീഴുന്നത്. സോ ഈ പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ പ്രൈം ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ A' എന്ന് പറയും. അപ്പോൾ A എന്നാണ്, ക്യാപിറ്റൽ A എന്നാണ് ആ പോയിൻറ്റിൻ്റെ യഥാർത്ഥ പേരെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് അത് A' ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ XY ലൈനിൽ നിന്ന് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ക്യാപിറ്റൽ A എത്ര മുകളിലായിരുന്നോ അത് തന്നെയായിരിക്കും XY ലൈനിൽ നിന്ന് ഈ A' എത്ര മുകളിലാണെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, സോ A എന്നുള്ള പോയിന്റ് ഇഫ് ഇറ്റ് ഇസ് 40 മില്ലിമീറ്റേഴ്സ് അബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് XY ലൈനിൽ നിന്ന് ആ പോയിന്റ് 40 മില്ലിമീറ്റർ മുകളിലായിട്ടായിരിക്കും A' എന്നുള്ള പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, സിമിലർലി ഇത് മുകളിൽ നിന്ന് നോക്കുമ്പം ഈ എയിലൂടെ വന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും ആ ലൈറ്റ് റേ വന്ന് വീഴുന്നത്. സോ ഈ പോയിന്റ് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റാണ് അതിൻ്റെ ടോപ്പ് വ്യൂ.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ എപ്പോഴും ഒരു പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ മാത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഒരു റെപ്രസെൻറ്റേഷനിൽ ഒരു സ്മോൾ ലെറ്ററിൻ്റെ കൂടെ ഒരു ഡാഷും കൂടെ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിനെ കാണിക്കുന്നതാണെന്നും സ്മോൾ ലെറ്റർ മാത്രമായിട്ടാണ് എഴുതിയേക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ടോപ്പ് വ്യൂവിനെ കാണിക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലർക്കും തെറ്റിദ്ധാരണയുള്ളത് XY ലൈനിൻ്റെ മുകളിലുള്ളതെല്ലാം ഫ്രണ്ട് വ്യൂ, താഴെയുള്ളതെല്ലാം ടോപ്പ് വ്യൂ. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു പോയിന്റ് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഇരിക്കുന്നതെന്ന്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇരിക്കുന്ന ഒരു പോയിന്റിനെ സംബന്ധിച്ചോളം മാത്രമേ അതിൻ്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിന് മുകളിലും ടോപ്പ് വ്യൂ XY ലൈനിൻ്റെ താഴെയും വരികയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റായിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള വഴി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ടാണ്. അപ്പം ഒരു ഡാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിനെ കാണിക്കുന്നതും ഡാഷ് ഇല്ലാത്ത സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് ടോപ്പ് വ്യൂവിനെ കാണിക്കുന്നതുമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമ്മൾ എ എന്നുള്ള പോയിന്റിനെ കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്ന എ എന്നുള്ള പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് 40 മില്ലിമീറ്റേഴ്സ് മുകളിലാണ്. ഓക്കെ, സോ 40 മില്ലിമീറ്റേഴ്സ് മുകളിലാവുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുകളിലാവുമ്പോഴത്തേക്ക് ഫ്രണ്ട് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും നമുക്ക് ഫ്രണ്ട് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും ടോപ്പ് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് എത്ര മുകളിലാണെന്നോ എത്ര താഴെയാണെന്നോ എത്ര ഇൻക്ലിനേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നോ ഒക്കെ ഉള്ളത് നമുക്ക് എപ്പോഴും ഫ്രണ്ട് വ്യൂവിലാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എല്ലാം അത് ദൂരമായാലും ചരിവായാലും അത് ടോപ്പ് വ്യൂവിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മളിപ്പോൾ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് എത്ര ദൂരത്താണെന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 40 മില്ലിമീറ്റർ മുകളിലാണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 40 മില്ലിമീറ്റർ മുകളിലുള്ള പോയിന്റിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം XY ലൈനിൻ്റെ മുകളിലുള്ള ഭാഗമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലുള്ള ഭാഗം. സോ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 40 മില്ലിമീറ്റർ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അവിടെ ആ പോയിന്റിനെ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ പോയിന്റിനെ മാത്രം ഡാർക്കായിട്ട് മാർക്ക് ചെയ്താൽ മതിയാകും. അത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് നമ്മളതിനെ A' എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വെർട്ടിക്കൽ പ്ലെയിൻ നമ്മുടെ പേപ്പർ ഇരിക്കുന്ന അതേ പ്ലെയിനിൽ തന്നെയായിരിക്കും വരുന്നത്. എന്നാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലായിരിക്കും. നമ്മുടെ മുന്നിലേക്ക് ഇരിക്കുന്ന ഒരു പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് എപ്പോഴും. അപ്പോൾ നമുക്കതിനെ നമ്മുടെ പേപ്പറിൻ്റെ പ്ലെയിനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലെയിനിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ഈ വശം താഴേക്കും ഈ വശം മുകളിലേക്കും പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് XY ലൈനിൻ്റെ താഴെ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ മുൻവശവും XY ലൈനിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ പിൻവശവും പോകുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നമുക്ക് കിട്ടിയ A ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY ലൈനിൽ നിന്ന് A' ലൈൻ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സിമിലർലി XY ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂ സ്മോൾ എയിലേക്കുള്ള ലൈൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്ലെയിനിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പം അത് രണ്ടും ഒരൊറ്റ വരയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴും അതങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു പോയിന്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും എപ്പോഴും വരുന്നത്. സോ ഇവിടെ നമ്മൾ വരച്ച ഈ കൺസ്ട്രക്ഷൻ ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ലൈനിനകത്തായിരിക്കും എപ്പോഴും അതിൻ്റെ ടോപ്പ് വ്യൂവും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ദൂരത്താണെന്നുള്ളതാണ്. ഇവിടെ അത് വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ മുന്നിലാണ്. സോ ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് 60 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ XY ലൈനിൻ്റെ താഴെയുള്ള വശം വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ മുൻവശവും XY ലൈനിൻ്റെ മുകളിലുള്ള ഭാഗം വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ പിൻവശവും ബിഹൈൻഡ് VPയും താഴെയുള്ള ഭാഗം ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള ഈ പോയിന്റ് 60 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഓക്കെ, സോ XY ലൈനിൽ നിന്ന് 60 മില്ലിമീറ്റർ താഴേക്ക് എടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ആ പോയിന്റ് ആയിരിക്കും A എന്നുള്ള പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. A' നമുക്ക് കിട്ടി, എയും നമുക്ക് കിട്ടി. ഇനി ഇത് കാണുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡയമെൻഷൻ ചെയ്ത് കാണിക്കണം. സോ ഡയമെൻഷൻ ചെയ്യാനായിട്ട്
നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ആദ്യമേ ഒരു ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കണം. ആ പ്രൊജക്ഷൻ ലൈനിലാണ് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡയമെൻഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ വരച്ചു, എന്നിട്ട് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അപ്രൈറ്റായിട്ടും അതുപോലെ വലത്തുനിന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ അപ്രൈറ്റായിട്ടും വരുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എ ഡാഷും എയും താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അപ്രൈറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സിമിലർലി നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് 40 എന്നുള്ളതും ഈ 60 എന്നുള്ള നമ്പറും എഴുതുമ്പോഴത്തേക്ക് വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് നോക്കുമ്പോൾ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വരച്ച ഡയമെൻഷൻ ലൈൻ്റെ മുകളിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനു മുന്നേ ഈ ഡയമെൻഷൻ ലൈൻ്റെ എൻ പോയിൻറ്റ്സ് നമ്മൾ ആരോ ഹെഡുകൾ ഉപയോഗിച്ചിട്ട് അത് കാണിക്കണം. ഈ ആരോ ഹെഡുകൾ കഴിവതും 2:1 റേഷ്യോയിൽ, അതിൻ്റെ നീളം 2 ആണെന്നുണ്ടെങ്കിൽ വീതി 1 വരുന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇനി വലതുവശത്തു നിന്ന് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അപ്രൈറ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ആ നമ്പേഴ്സ് എഴുതാനായിട്ട്. സോ അവിടെ 60 40 എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ 60യുടെയും 40യുടെയും കൂടെ അതിൻ്റെ യൂണിറ്റുകളൊന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂണിറ്റാണ് ഉപയോഗിച്ചതെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ അവസാനം all dimensions are in millimeters അല്ലെങ്കിൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നത്. സോ എ എന്നുള്ള ഒരു പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞത്. ഇനി വേറെ കുറച്ച് പോയിൻറ്റ്സ് എങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 പോയിൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതിലെ സബ് ക്വസ്റ്റ്യൻ 1, പോയിൻറ്റ് എ ഈസ് 25 millimeters ബിഹൈൻഡ് വി പി ആൻഡ് 35 millimeters അബവ് HP എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ എന്നുള്ള പോയിന്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനായിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എ എന്നുള്ള പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ലോജിക്ക് തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് നോക്കുന്നത്. ഫ്രണ്ട് വ്യൂ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് 35 millimeters അബവ് HP എന്നാണ് പറഞ്ഞേക്കുന്നത്. എ എന്നാണ് പോയിന്റിൻ്റെ പേര്. സോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ആയിരിക്കും. എ ഡാഷ് വരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് 35 millimeters അബവ് HP ആണ്. ഓക്കെ, സോ XY ലൈനിൻ്റെ അബവ് HP എന്ന് പറയുമ്പോൾ XY ലൈനിൻ്റെ മുകളിൽ തന്നെ വരുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ 35 millimeters മുകളിലേക്ക് എടുക്കുക. ഓക്കെ, സോ അവിടെ എ ഡാഷ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് വരയ്ക്കേണ്ടത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 25 millimeters ബിഹൈൻഡ് വി പി എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് XY ലൈനിൻ്റെ താഴെയുള്ള വശം വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഇൻ ഫ്രണ്ടും XY ലൈനിൻ്റെ മുകളിലുള്ള വശം വെർട്ടിക്കൽ പ്ലെയിൻ്റെ ബിഹൈൻഡും ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് 25 millimeters ബിഹൈൻഡ് വി പി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് വരയ്ക്കുക? ഈ XY ലൈനിൻ്റെ മുകളിലായിട്ട് തന്നെ വേണം ഇതിൻ്റെ ടോപ്പ് വ്യൂവും വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അത് നീളം എത്രയാണ്? 25 millimeters ആണ് തന്നേക്കുന്നത്. സോ 25 millimeters എടുക്കുക. അതിനെ അവിടെ ആ ലൈനിൽ തന്നെ നമ്മൾ നേരത്തെ എ വരയ്ക്കാനായിട്ട് ഉപയോഗിച്ച അതേ ലൈനിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എ ഡാഷും എയും ഞാൻ ആ പോയിൻറ്റിൻ്റെ വലതുവശത്ത് മാർക്ക് ചെയ്തതുകൊണ്ട് ഡയമെൻഷനിങ് നമ്മൾ ഇടതുവശത്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഡയമെൻഷനിങ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് രണ്ടും XY ലൈനിന് മുകളിൽ തന്നെയാണ് വന്നത്. അപ്പം നമ്മൾ ആദ്യം ചെറിയ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ചെറിയ ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. അതിനേക്കായി വലുതായിട്ട് വേണം
അടുത്ത പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ. കാരണം രണ്ടും ഒരേ വശത്ത് തന്നെയാണ് വരാൻ പോകുന്നത്. സോ അവിടെ നമ്മൾ അപ്പോൾ രണ്ട് പ്രൊജക്ഷൻ ലൈൻസും നമ്മൾ വരച്ചു, ഡയമെൻഷൻ ലൈൻസും വരച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലത്ത് നിന്ന് ഇടത്തേക്ക് നോക്കുമ്പം നമ്മുടെ ഡയമെൻഷൻ ലൈനിന് മുകളിൽ വരുന്ന രീതിയിലാണ് എപ്പോഴും നമ്മൾ അത് വരയ്ക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ആരോ ഹെഡുകൾ ഇവിടെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ വാല്യൂസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ടോപ്പ് വ്യൂ 25 മില്ലിമീറ്റേഴ്സ് മുകളിലും ഫ്രണ്ട് വ്യൂ 35 മില്ലിമീറ്റേഴ്സ് മുകളിലുമായിരുന്നു. ഓക്കെ, സോ അത്രയാകുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. പോയിന്റ് ബി ഇസ് 40 മില്ലിമീറ്റേഴ്സ് ബിലോ HP ആൻഡ് 20 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട് വ്യൂവിന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ദൂരമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് പോയിന്റ് ബി ഇസ് 40 മില്ലിമീറ്റേഴ്സ് ബിലോ HP എന്നാണ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുക, അബവ് HP എന്ന് പറയുമ്പോൾ XY ലൈനിൻ്റെ മുകളിലും ബിലോ HP എന്ന് പറയുമ്പോൾ XY ലൈനിൻ്റെ താഴെയുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് വരയ്ക്കാനായിട്ടൊരു കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുക. അതിനകത്ത് എവിടെയാണ് എടുക്കേണ്ടത്, ബിലോ HP എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് XY ലൈനിൻ്റെ താഴെയായിട്ട് എടുക്കണം. അപ്പോൾ അത് 40 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു പറഞ്ഞത്. സോ 40 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ A', സോ ഇവിടെ പോയിൻറ്റിൻ്റെ പേര് B എന്നാണ്, അതുകൊണ്ട് B' എന്ന് വേണം പോയിൻറ്റിന് പേര് കൊടുക്കാനായിട്ട്. ഓക്കെ, സോ B' അവിടെ വരും. സിമിലർലി നമ്മൾ ഇനി വരയ്ക്കേണ്ടത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂവിനെ പറ്റി പറഞ്ഞേക്കുന്നത് 20 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നാണ്. അപ്പോൾ 20 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പം ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ XY ലൈനിൻ്റെ താഴെവശം VPയുടെ ഇൻ ഫ്രണ്ടും പുറകുവശം അല്ലെങ്കിൽ XY ലൈനിൻ്റെ മുകൾ വശം VPയുടെ ബിഹൈൻഡും ആയിരിക്കും. സോ ഇവിടെ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ അതും താഴേക്ക് തന്നെ വരും. സോ എത്ര മില്ലിമീറ്റർ ആണ്, 20 മില്ലിമീറ്റർ ആണ്. സോ 20 മില്ലിമീറ്ററിൻ്റെ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ ബി ടോപ്പ് വ്യൂ B. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പോഴും XY ലൈനിൻ്റെ മുകളിൽ വരുന്നത് കൊണ്ട് ഫ്രണ്ട് വ്യൂ ആവുകയോ XY ലൈനിൻ്റെ താഴെ വരുന്നത് കൊണ്ട് ടോപ്പ് വ്യൂ ആവുകയും ചെയ്യത്തില്ല. അത് ഏത് ക്വാഡ്രൻറ്റിലാണ് ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈനും നമുക്ക് വരയ്ക്കാം. സോ ആദ്യം ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ഇനി അവിടുന്ന് ഡയമെൻഷൻ ലൈൻ നമുക്ക് വരയ്ക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആരോ ഹെഡുകൾ മാർക്ക് ചെയ്യുക. തന്നേക്കുന്ന ഡയമെൻഷൻസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ 14 20 ആണ് വരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് പോയിന്റ് C ആണ്. പോയിന്റ് C ഇസ് 30 മില്ലിമീറ്റേഴ്സ് ബിലോ HP ആൻഡ് 35 മില്ലിമീറ്റേഴ്സ് ബിഹൈൻഡ് VP എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സോ അവിടെ വീണ്ടും നമ്മൾ ഫ്രണ്ട് വ്യൂ കൺസിഡർ ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിക്കേണ്ടത് ബിലോ HPക്ക് എത്ര ദൂരത്താണെന്നുള്ളതാണ്. അവിടെ ബിലോ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ താഴേക്കായിരിക്കും വരിക. അപ്പോൾ അവിടെ നമ്മളൊരു കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുക. 30 മില്ലിമീറ്റർ ബിലോ HP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 30 മില്ലിമീറ്റർ താഴേക്ക് എടുക്കുക. ഓക്കെ, സോ ആ പോയിന്റിന് എന്തായിരിക്കും പേര്, C', കാരണം അത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട്. ഓക്കെ, സോ C' അവിടെ മാർക്ക് ചെയ്തു. ഇനി പറഞ്ഞേക്കുന്നത് 35 മില്ലിമീറ്റേഴ്സ് ബിഹൈൻഡ് VP എന്നാണ്. അപ്പം ബിഹൈൻഡ് VP വരുമ്പോഴത്തേക്ക് എവിടെ വരിക, ഇൻ ഫ്രണ്ട് ഓഫ് VP താഴെയും ബിഹൈൻഡ് VP മുകളിലുമാണ് വരുന്നത് ടോപ്പ് വ്യൂവിൽ വരുമ്പോഴത്തേക്ക്. സോ 35 മില്ലിമീറ്റർ നമ്മളവിടെ ബിഹൈൻഡ് VP എടുക്കുക. ഓക്കെ, സോ അവിടെ നമുക്ക് C കിട്ടും. അപ്പോൾ ഇവിടെ ഇത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് വന്നപ്പം ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മുകളിലും വന്നു. അപ്പോൾ അതാണ് ക്വാഡ്രൻറ്റിനനുസരിച്ച് ഇത് മാറും എന്ന് പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. അതിൽ നിന്ന് ഡയമെൻഷൻ ലൈൻ വരയ്ക്കുക. ഡയമെൻഷൻസ് അവിടെ കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് HP എന്നുള്ള ദൂരം 30 ആയിരുന്നു. ആൻഡ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുള്ള ദൂരം 35 ആയിരുന്നു. സോ ആ രണ്ട് വാല്യൂയും അവിടെ റെപ്രസെൻ്റ് ചെയ്യുക. സോ അങ്ങനെയാണ് തേർഡ് ക്വാഡ്രൻറ്റിലുള്ള ഒരു പോയിൻ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പോയിൻറ്റ് D ആണ്. പോയിൻറ്റ് Dയെ പറ്റി അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ പോയിൻറ്റ് D ഈസ് ഓൺ HP എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ HP എന്നുള്ള ദൂരം ഓൺ HP എന്ന് പറയുമ്പോഴത്തേക്ക് ഇഫ് സംതിങ് ഈസ് ഓൺ HP അതിനർത്ഥം HP-യിൽ നിന്ന് അതിന് ദൂരമൊന്നുമില്ല, അത് HP-യിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വരയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് HP-യിൽ തന്നെയുള്ള ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ആ പോയിന്റ് XY ലൈനിൽ തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, അത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും. D എന്നുള്ള പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ D' വരും, അത് XY ലൈനിൽ തന്നെയായിരിക്കും വരുന്നത്. ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പം ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ വീണ്ടും ആ കൺസ്ട്രക്ഷൻ ലൈൻ അവിടെ വരയ്ക്കാം. അപ്പോൾ അതിൽ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ XY ലൈനിൽ നിന്ന് 20 mm താഴേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സോ അതായിരിക്കും ഡിയുടെ ടോപ്പ് വ്യൂ. അപ്പോൾ ഡിയുടെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ D കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് D' ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവിടെ കൊടുത്തേക്കുന്ന വാല്യൂ 20 ആണ്. സോ 20 അവിടെ മാർക്ക് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫൈനൽ ആൻസേഴ്സിനകത്ത് ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കഴിവതും മായ്ച്ചു കളയുക. ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം റെപ്രസെൻറ്റേഷൻസിൻ്റെ നീറ്റ്നെസ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നീറ്റ്നെസ്സിനൂടെ കൺസിഡറേഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻ. അടുത്ത ലെക്ചർ നമുക്ക് ലൈൻസിൻ്റെ പ്രൊജക്ഷനിലേക്ക് പോവാം.